നമസ്കാരം. കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാടൽ പഴയതല്ല, മുൻപേ തന്നെ ആസൂത്രിതമെന്ന് വെളിപ്പെടുത്തൽ. ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന പ്രതി ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ആസൂത്രിതമായി തന്നെ രക്ഷപ്പെട്ടതാണെന്നാണ് വെളിപ്പെടുത്തലുകൾ. മുൻ സീനിയർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായ അബ്ദുൾ സത്താറാണ് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ജയിലിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് തന്നെ ഗോവിന്ദച്ചാമി പലതവണ ജയിൽ ചാടുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി. കൃത്യമായി തന്നെ 10ാം ബ്ലോക്കിൽ നിന്നാകും ജയിൽ ചാടുന്നതെന്നും ഇയാൾ പറഞ്ഞിരുന്നു. ചാടിയെത്തിയാൽ നിന്റെ കുടുംബത്തെ ബലാത്സംഗം ചെയ്യും. ഇതുപോലുള്ള കടുത്ത ഭീഷണികൾ നേരിട്ടതായി സത്താർ ആരോപിക്കുന്നു. ഏറ്റവും സുരക്ഷിതമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 10ാം ബ്ലോക്കിൽ നിന്ന് തന്നെ ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടതിന്റെ പിന്നിൽ ഉള്ളിൽ നിന്ന് തന്നെ സഹായം ഉണ്ടായിട്ടുണ്ട് എന്ന സംശയം ശക്തമാണ്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗോവിന്ദച്ചാമി അധികരിച്ച് വ്യാപകമായ പ്രതിഷേധം ഉയർന്നതിനിടയിൽ ജയിൽ സംവിധാനത്തിലെ വീഴ്ചകളും സുരക്ഷാ ചോദ്യങ്ങളും വീണ്ടും പ്രാധാന്യം നേടുകയാണ്. കഴിഞ്ഞ ദിവസം ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതോടെ ഭയം കൊണ്ട് അവധിയെടുത്ത് വീട്ടിലേക്ക് പോയി എന്ന് അബ്ദുൾ സത്താർ പറയുന്നു. നിലവിൽ കൊട്ടാരക്കര സബ് ജയിലിലാണ് അബ്ദുൾ സത്താർ ജോലി ചെയ്യുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തെ ജയിലിലാണ് ഗോവിന്ദച്ചാമിയെ താമസിപ്പിക്കുന്നത്. അവിടെ നിന്ന് ഗോവിന്ദച്ചാമി ജയിൽ ചാടില്ലെന്ന പ്രതീക്ഷയായിരുന്നു എനിക്ക്. ടൈറ്റാനിക് മുങ്ങില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പ്രതീക്ഷയായിരുന്നു അത്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയപ്പോൾ അവൻ ഇവിടം വരെ എത്തുവാനുള്ള സമയം പോലും ഞാൻ കണക്ക് കൂട്ടിയിരുന്നു. ജയിൽ നിയമം അനുസരിക്കുന്ന കാര്യങ്ങളിലൊന്നും താല്പര്യമുള്ള ആളായിരുന്നില്ല ഗോവിന്ദച്ചാമി. സൈക്കോയാണ്. പലപ്പോഴും നിർബന്ധിതമായി ജയിൽ നിയമങ്ങൾ അനുസരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ ജയിൽ ചാടും. ചാടി തന്റെ അടുത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ തന്നെ കെട്ടിയിട്ട് വീട്ടിലെ എല്ലാവരെയും ബലാത്സംഗം ചെയ്യും. കൊച്ചു കുട്ടികളെ പോലും വെറുതെ വിടില്ല എന്നായിരുന്നുവെന്ന് അബ്ദുൾ സത്താർ വെളിപ്പെടുത്തി. എന്തും ചെയ്യും അവൻ. കോയമ്പത്തൂരിലെ 1 or 2 ശ്മശാനത്തിൽ സ്വർണം ഉൾപ്പെടെയുള്ള മോഷണ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത് കൈകാര്യം ചെയ്യാൻ വിങ്ങുമുണ്ട്. അവരാണ് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും അബ്ദുൾ സത്താർ പറഞ്ഞു. തടവുകാരിൽ നിന്നാണ് ഇത്തരം കഥകൾ അറിഞ്ഞതെന്നും അബ്ദുൾ സത്താർ കൂട്ടിച്ചേർത്തു. പക്ക ക്രിമിനലാണ് ഗോവിന്ദച്ചാമി. ഗോവിന്ദച്ചാമിയെ വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിൽ സന്തോഷിച്ചേനെ. ആരാച്ചാർ ഇല്ല എങ്കിൽ താൻ തയ്യാറായനെ. സൗമ്യ നമ്മുടെ സഹോദരിയെന്നും അബ്ദുൾ സത്താർ പറഞ്ഞു. ഗോവിന്ദച്ചാമിയുടെ സഹതടവുകാരന്റെ മൊഴിയും പുറത്തു വന്നിരുന്നു. ഗോവിന്ദച്ചാമി തടവ് ചാടുവാൻ തീരുമാനിച്ച വിവരം അറിയാമായിരുന്നുവെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ തനിക്ക് ഒന്നും അറിയില്ലെന്നും ഉറങ്ങിപ്പോയി എന്നുമായിരുന്നു നേരത്തെ ഇയാൾ മൊഴി നൽകിയിരുന്നത്. കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ സത്യം സമ്മതിച്ചത്. ജയിൽ ചാട്ടത്തിനുള്ള ആസൂത്രണം തുടങ്ങിയിട്ട് ആഴ്ചകളായെന്നും താനും ജയിൽ ചാടുവാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും എന്നാൽ കമ്പിക്കുള്ളിലൂടെ പുറത്തു ചാടുവാൻ കഴിഞ്ഞില്ലെന്നുമാണ് തടവുകാരന്റെ മൊഴി. തമിഴ്നാട് സ്വദേശിയാണ് സഹതടവുകാരൻ. കൃത്യമായ ആസൂത്രണത്തിനൊടുവിലാണ് ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. വാതിൽ ചാടുന്നതിന് 20 ദിവസം മുൻപെങ്കിലും തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നതായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. ഈ വിഷയത്തിൽ പണ്ഡിറ്റിന്റെ സാമൂഹ്യ നിരീക്ഷണം എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചാടിയ കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസിനെ പിടികൂടിയ വാർത്തയറിഞ്ഞ് സന്തോഷിക്കുന്നു. ജയിലിലെ 18 മീറ്റർ നീളമുള്ള മതിൽ ഒറ്റ കൈയും വെച്ചെടുത്ത് ചാടിയ അവനെ അടുത്ത ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ചാൽ മെഡൽ ഉറപ്പാണ്. ഒരു കൈ മാത്രമുള്ള ഗോവിന്ദച്ചാമി അതീവ സുരക്ഷാ ബ്ലോക്കിലെ സെല്ലിലെ കമ്പി ഒരു കൈ കൊണ്ട് വളച്ച് ഇലക്ട്രിക് ഫെൻസിംഗിലെ കറണ്ട് ഓഫാക്കി തുണി കൂട്ടിക്കെട്ടി വള്ളിയാക്കി അതുപയോഗിച്ച് മതിലിലൂടെ ഊർന്നിറങ്ങി ആരും കാണാതെ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. കമ്പി മുറിക്കാൻ ആയുധം എവിടെയെന്ന് കിട്ടിയെന്ന് ആരും ചോദിക്കരുത്. സെല്ലിലെ കമ്പി മുറിച്ചാൽ സെല്ലിൽ നിന്ന് മാത്രമേ പുറത്തു കടക്കാനാകൂ. പിന്നെയും കടമ്പകളില്ലേ. ബ്രിട്ടീഷ് കാലം മുതലുള്ള ഈ ജയിലിൽ നിന്ന് ഒരാളും മതിൽ ചാടി പുറത്തു പോയിട്ടില്ല. ഒറ്റ കൈയും വെച്ച് ആ റെക്കോർഡ് ഇവൻ സ്വന്തമാക്കി. ഹാക്സോ ബ്ലേഡ് എങ്ങനെ വന്നു അവന്റെ കയ്യിൽ? ജയിലിൽ ഹാർഡ്വെയർ ഷോപ്പ് ഒന്നും ഇല്ലല്ലോ. മതിലിനോട് ചേർന്ന ഫെൻസിംഗിൽ ആ സമയം വൈദ്യുതി ഇല്ല. അതെങ്ങനെ ഓഫായി? ഇതിനെല്ലാം ഉത്തരമുണ്ടാകും. ഇപ്പോൾ അറിയില്ല. അത്രയേ ഉള്ളൂ. ജയിലിലെ സുഭക്ഷമായ ഭക്ഷണം ഇനിയെങ്കിലും ഒഴിവാക്കുക. നിലവിൽ ദിവസം ബിരിയാണി ഉണ്ടാകും. അത് വേണ്ടാത്തവർക്ക് സാമ്പാറും പൊരിച്ച മീനും മീൻ കറിയും ഇനി ചോറും വേണ്ടാത്തവർക്ക് ചപ്പാത്തിയും മട്ടൻ കറിയും. സ്കൂളിലാണെങ്കിൽ പിള്ളേർക്ക് ഒന്നും ചെറുപയറും ചോറും ഒക്കെയാണ്. നോ ഓപ്ഷൻ. ഇനിയും ഗോവിന്ദച്ചാമിക്ക് ദിവസവും മട്ടൻ ചിക്കൻ മീനൊക്കെ കഴിച്ചു ജീവിക്കാൻ യോഗമുണ്ട്. ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് വെളിച്ചെണ്ണയുടെ വിലയൊന്നും ബാധിക്കില്ല. വാൽകഷ്ണം ഓപ്പറേഷൻ സക്സസ്. പക്ഷേ രോഗി ചത്തുവെന്ന് പറയാമെന്നായിരുന്നു സന്തോഷ് പണ്ഡിറ്റിന്റെ കുറിപ്പ്. ജയിൽ ചാട്ടത്തിനു ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുവാനായിരുന്നു ഇയാളുടെ പദ്ധതിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടും പുറത്തുവന്നത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുവാനായിരുന്നു പദ്ധതി. എന്നാൽ വഴിതെറ്റിയതിനാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സഹതടവുകാരനോട് ജയിൽ ചാട്ടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നുവെന്നും ജയിൽ ചാട്ടത്തിന് 6 മാസം മാത്രമേ ശിക്ഷയുള്ളൂവെന്ന് സഹതടവുകാരൻ പറഞ്ഞുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ സൂചനയുണ്ട്. ഇതിനിടെ ഗോവിന്ദച്ചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അതീവ സുരക്ഷയുള്ള വിയൂർ ജയിലിലേക്ക് ഇന്ന് മാറ്റിയിരുന്നു. രാവിലെയോടെയാണ് കണ്ണൂരിൽ നിന്ന് ഗോവിന്ദച്ചാമിയെ വിയൂരിലേക്ക് കൊണ്ടുപോയത്.
വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ നിലവിൽ 300 തടവുകാരാണുള്ളത്. ഇവിടെ 535 തടവുകാരെ പാർപ്പിക്കാം. നിലവിൽ 40 ജീവനക്കാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. നിലവിൽ റിപ്പർ ജയാനന്ദൻ, പാലക്കാട്, ചെന്താമര തുടങ്ങിയ കൊടും ക്രിമിനലുകൾ അതീവ സുരക്ഷാ ജയിലിലുണ്ട്. ഗോവിന്ദച്ചാമി കറുത്ത വസ്ത്രം ധരിച്ചായിരുന്നു ജയിൽ ചാടിയത്. പിന്നീട് വസ്ത്രം മാറുകയായിരുന്നു. പുലർച്ചെ 5:15 ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. പുറത്തെത്തിയ ഗോവിന്ദച്ചാമി കൈപ്പത്തിയില്ലാത്ത കൈ തലയിൽ വെച്ച് മുകളിൽ സഞ്ചി കൊണ്ട് മറച്ചു പിടിച്ചാണ് റോഡിലൂടെ നടക്കുന്നത്. ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ജയിലിൽ നിന്ന് ഇറങ്ങിയത് മുതൽ കൈ തലയിൽ വെച്ച് നടക്കുന്നതും ദൃശ്യങ്ങളുണ്ട്. ആരെങ്കിലും സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടാൽ ഗോവിന്ദച്ചാമി അപ്പോൾ തിരിഞ്ഞു നടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ജയിൽ മാറ്റം ആഗ്രഹിച്ചിരുന്നുവെന്നും പരോൾ കിട്ടാത്തതിന്റെ വിഷമമുണ്ടായിരുന്നുവെന്നും ഇയാൾ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. 2017 മുതൽ ജയിൽ ചാടാൻ തീരുമാനിച്ചിരുന്നു. പലതവണ സെല്ലുകൾ മാറ്റിയതുകൊണ്ട് ഒരുക്കിയ പദ്ധതി നീണ്ടു. 10 മാസം മുൻപ് സെല്ലിലെ അഴി മുറിച്ചു തുടങ്ങി. 7 കമ്പികളാണ് മുറിച്ചു മാറ്റിയത്. ഓരോന്നും മുറിച്ചു മാറ്റുമ്പോൾ നൂൽ കൊണ്ട് കെട്ടിവെക്കും. രാത്രികാലങ്ങളിൽ കമ്പി മുറിക്കും, പകൽ കിടന്നുറങ്ങും. സുരക്ഷാ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ പാത്രം കൊണ്ട് കൊട്ടി നോക്കും. ഇല്ലെന്ന് മനസ്സിലായാൽ കമ്പി മുറിക്കാൻ തുടങ്ങും. ജയിലിന്റെ വളപ്പിൽ നിന്ന് ലഭിച്ച ആക്രിയാണ് കമ്പി മുറിക്കാൻ ഉപയോഗിച്ചത്. കൂടുതൽ ശബ്ദം പുറത്തു വരാതിരിക്കാൻ തുണി ചേർത്ത് പിടിച്ചായിരുന്നു മുറിച്ചത്. അതിനിടെ തടി കുറയ്ക്കുവാനായി ഭക്ഷണ ക്രമീകരണം നടത്തിയെന്നാണ് ഗോവിന്ദച്ചാമി മൊഴി നൽകിയത്. ഇന്നലെ പുലർച്ചെ 1:30 ജയിൽ ചാടിയ ഇയാളെ 10:30 പോലീസ് കണ്ടെത്തിയത്. തളാപ്പിലെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിനുള്ളിൽ നിന്നായിരുന്നു ഇയാളെ കണ്ടെത്തിയത്. കിണറ്റിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇയാൾ. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുത്തിട്ടുണ്ട്. ഹെഡ് വാർഡനെയും 3 വാർഡന്മാരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്ന് ജയിൽ മേധാവി വ്യക്തമാക്കി. 2011 ഫെബ്രുവരി 1 എറണാകുളത്ത് നിന്നും ഷൊർണൂരിലേക്കുള്ള ട്രെയിനിൽ വെച്ചാണ് വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ച് സൗമ്യ ആക്രമിക്കപ്പെട്ടത്. ഗോവിന്ദച്ചാമി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. 2016 ഇയാളുടെ വധശിക്ഷ സുപ്രീംകോടതി റദ്ദാക്കിയത്. കൊലപാതകം സംശയാതീതമായി തെളിയിക്കാനായില്ലെന്ന് നിരീക്ഷിച്ചായിരുന്നു ഹൈക്കോടതിയുടെ ശിക്ഷാവിധി സുപ്രീംകോടതി റദ്ദാക്കിയത്. എന്നാൽ ബലാത്സംഗം നടന്നതായി ബോധ്യപ്പെടുകയും ഹൈക്കോടതി നൽകിയ ജീവപര്യന്തം ശിക്ഷയും മറ്റു വകുപ്പുകൾ പ്രകാരമുള്ള ശിക്ഷകൾ നിലനിൽക്കുമെന്നും കോടതി നീതിന്യായത്തിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.